നമസ്കാരം. കഴിഞ്ഞ ദിവസം കെ ആന്റണി ഒരു സ്വയം പ്രതിരോധിക്കൽ അല്ലെങ്കിൽ ഒരു സ്വയം വെളുപ്പിക്കൽ നടത്തിപ്പോയത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു അടിയന്തര പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിൽ തന്നെയും അന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയം, അതായത് മുഖ്യമന്ത്രിയും പറഞ്ഞില്ല, മറ്റാരും പറയാത്ത ഒരു കാര്യമാണ് ശിവഗിരിയിൽ 95 നടത്തിയ ഒരു അക്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോലീസ് അതിക്രമത്തെക്കുറിച്ച്. പക്ഷേ ആന്റണി അതിനെക്കുറിച്ച് പറയുകയും അതിൻ്റെ കാര്യകാരണങ്ങളെ വിശദീകരിക്കുകയും ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ അക്കാര്യത്തിൽ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വയം വെളുപ്പിക്കൽ നടത്തി. രാഷ്ട്രീയത്തിൽ അപ്രസക്തനാണ്. അതുപോലെ തന്നെ എ ഗ്രൂപ്പിലെ പ്രമുഖനായ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിലൊന്നും എനിക്കറിയില്ല, ഞാൻ കുറേ കാലമായി ഇവിടുത്തെ രാഷ്ട്രീയത്തിലൊന്നും സജീവമല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുന്ന ഒരു കെ ആന്റണിയെ കണ്ടുവെങ്കിൽ തന്നെയും കെ ആന്റണി പിന്നെ മുത്തങ്ങയിലെ വിഷയത്തിൽ ഒരു സ്വയം പ്രതിരോധത്തിൽ ഊന്നുന്ന ഒരു കാഴ്ചയും കണ്ടു. മുത്തങ്ങയിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്, ഞാൻ അതിൽ ശോകാർത്തനാണ് എന്നൊക്കെയുള്ള തരത്തിൽ പറയുകയും ചെയ്തു. അതിൽ എല്ലാവർക്കും അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടായതിൻ്റെ ഭാഗമായി, അതായത് ദേശീയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ 3 വട്ടം ഉണ്ടായ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി താൻ അവിടെ പോലീസിനെ വിന്യസിക്കുകയും അവിടെ അനധികൃതമായി ആ ഭൂമിയിലേക്ക് കുടിയേറി താമസിച്ചിരുന്ന അവിടെയുള്ള ആദിവാസികളെ അടിച്ചോടിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ തനിക്ക് മനോവ്യഥയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കെ ആന്റണി പറഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ കെ ആന്റണിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് നമ്മുടെ കെ ജാനു എന്ന ഒരു നേതാവ്, വനിതാ നേതാവ് രംഗത്തേക്ക് എത്തുന്നത്. കെ ജാനുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് നിരവധി പോരാട്ടങ്ങൾ നടത്തുകയും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവാണ്, ആദിവാസി നേതാവാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ മുത്തങ്ങ വനമേഖലയിലുണ്ടായ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടും ഇവർക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത്തരത്തിലുള്ള മാപ്പപേക്ഷകളൊന്നും സ്വീകരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല എന്ന ധൈര്യത്തോടു കൂടിയാണ് കെ ജാനു ഇക്കാര്യത്തെ കാണുന്നതും പറയുന്നതും. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ 253 പേർക്ക്, അതായത് ആളുകൾക്ക് പാർപ്പിടത്തിനുള്ള അനുമതി, അതായത് അവർക്ക് ഭൂമി നൽകാനുള്ള തീരുമാനം ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇതുവരെയായി അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കെ ജാനു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒരു വെടിവയ്പ്പിനുള്ള ഒരു സാധ്യതകളൊന്നും ഇല്ലായിരുന്നു. ഒന്നുകിൽ സർക്കാർ അത്തരത്തിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ്, അവിടെ താമസിക്കുന്ന കുടിയേറി പാർത്തു അല്ലെങ്കിൽ കയ്യേറി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് വേണ്ടത് കിടക്കാനൊരു ഇടമാണെന്നും ഞങ്ങൾക്കൊരു വീട് വയ്ക്കാനുള്ള സ്ഥലമാണ് എന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും അതെല്ലാം അനുഭവിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നൊരു അർത്ഥത്തിൽ തന്നെയായിരുന്നു അവിടെ തടിച്ചുകൂടിയ അത്രയും 283ഓളം വരുന്ന ആളുകൾ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വെടിവയ്പ്പിനുള്ള ഒരു സാധ്യത ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നിട്ടും പ്രകോപനമൊന്നുമില്ലാതെ അവരെന്തോ ഇവിടെ വലിഞ്ഞു കയറി വന്നവരാണ് എന്നുള്ള തരത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ആ തരത്തിലേക്ക് അവരിലേക്ക് ഒരു സായുധമായ ഒരു അക്രമത്തിലേക്ക് പോലീസ് കടക്കുകയും തുടർന്ന് വെടിവയ്പ്പ് നടക്കുകയും അങ്ങനെ വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നരിവേട്ട സിനിമയ്ക്കെതിരെയും അവർ പറയുന്നുണ്ട്. കാരണം നരിവേട്ട സിനിമയിൽ കാണിക്കുന്ന പോലെയൊന്നും ആയിരുന്നില്ല സാഹചര്യം ഉണ്ടായത്, പിന്നീട് മറ്റൊരു സാഹചര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ അവൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ കാണിച്ചതായിരുന്നു ശരി എന്നുള്ളതൊക്കെയാണ് അവർ പിന്നീട് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇവരുമായി ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചർച്ചയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഇവർ ഒരുപാട് പ്രതീക്ഷിച്ചു, ഇപ്പം ഞങ്ങളെ കേൾക്കാൻ ഇവിടെ പാർട്ടി തയ്യാറാകും, അല്ലെ കോൺഗ്രസ് അല്ലെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറാകുമെന്നും, അപ്പോൾ അങ്ങനെ തയ്യാറായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും സർക്കാരിനോട് നേരിട്ട് പറയാൻ കഴിയുമെന്നും ഒക്കെയുള്ള ഒരു ധാരണ ഈ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയോ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയോ അത് പരിഗണിക്കുകയോ ചെയ്യാതെയാണ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന ആന്റണിയുടെ കീഴിൽ വരുന്ന ആഭ്യന്തര വകുപ്പ് ചടപട എന്ന കാര്യങ്ങൾ നീക്കിയത്. എന്നിട്ട് അവർക്കെതിരെ വളരെ പ്രത്യക്ഷമായ ഒരു അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് വെടിവയ്പ്പിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെയൊരു മാപ്പപേക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്നേ. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കിടപ്പാടമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളായിരുന്നു കാറ്റിൽ പറത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ മേലെ കടന്നുകയറ്റം നടത്തി അവരെ ഉപദ്രവിച്ച് ശാരീരികമായി അവരെ ഉപദ്രവിക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രൂരമായ നരനായാട്ട് തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ
നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക, മുത്തങ്ങയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. കുടിലുകളെല്ലാം തീ വെച്ച് നശിപ്പിക്കുന്നു. അവിടെയുള്ള കണ്ണിൽ കണ്ടവരെയെല്ലാം എടുത്തിട്ടടിക്കുന്നു. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ, കുട്ടിയെന്നോ വലിയവനെന്നോ യാതൊരു വിവേചനവുമില്ലാതെ പോലീസ് നടത്തിയ സത്യത്തിലൊരു നരനായാട്ട് തന്നെയാണ്. എന്നിട്ട് അത് അങ്ങനെ ഒരു നരനായാട്ട് നടന്നതിന് ശേഷം വന്നിരുന്നുകൊണ്ട് സ്വയം വെളുപ്പിക്കൽ നടത്താൻ AK ആന്റണിയെ പോലെ ഒരു നേതാവിനെന്താ ഉളുപ്പില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ വന്നിരുന്നുകൊണ്ട് സ്വയം ന്യായീകരിക്കാൻ. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് AK ആന്റണി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് ഇപ്പോൾ എങ്ങനെയാണ് ജനങ്ങളോടുള്ള പ്രതിപത്തി കാണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വയം വെളുപ്പിക്കുക എന്നുള്ളതാണ്. അത് പറയുകയാണ്, എന്നെ പ്രതിരോധിക്കാൻ നിയമസഭയിൽ ആരും ഉണ്ടായിരുന്നില്ല. അതേ ശരിയാണ്. AK ആന്റണി പറഞ്ഞ അല്ലെങ്കിൽ ഈ AK ആന്റണിക്കെതിരായി മുത്തങ്ങ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ അവിടെ പ്രതിപക്ഷത്തിൽപ്പെട്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോഴാണ് AK ആന്റണിക്ക് മനസ്സിലായത് തൻ്റെ ഇമേജ്, ഇത്രയും കാലം താൻ കൊണ്ടുവന്ന ഇമേജിന് ഇപ്പോൾ കോട്ട സംഭവിക്കുമല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയണമല്ലോ എന്ന് കരുതിയിട്ട് AK ആന്റണി വന്നിരുന്നുകൊണ്ട് പറയുന്നത്. ഇവിടെ നമ്മൾ AK ആന്റണിയുടെ വാദങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ, അല്ലെ AK ആന്റണി പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, AK ആന്റണി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കി എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് പാർട്ടിയിലെ പലർക്കും അറിയില്ല എന്നൊരു ബോധം കൂടി, ഒരു എന്താ പറയുക, സാമാന്യ ബോധം കൂടി ജനങ്ങൾക്കിടയിലേക്ക് പകർന്നു നൽകുന്ന ഒന്നായി മാറിയിരിക്കുന്നു AK ആന്റണിയുടെ പത്രസമ്മേളനം. സ്വന്തം പാർട്ടിക്കാർക്ക് പാര വെക്കുന്ന തരത്തിലേക്ക് പോയി. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ നടപടിക്രമങ്ങളെയൊക്കെ എങ്ങനെ ന്യായീകരിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാൻ വയ്യാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു സത്യത്തിൽ UDF പാളയം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയും അതിനെ പ്രതിരോധിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് താൻ പറഞ്ഞ അല്ലെങ്കിൽ താൻ ചെയ്തു വെച്ച് പോയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും തന്നെ പ്രതിരോധിക്കാത്ത കൊണ്ട് എനിക്ക് തന്നെ നേരിട്ട് വന്ന് പറയേണ്ടി വരുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ അതിനകത്ത് എൻ്റെ തെറ്റൊന്നുമല്ല, എല്ലാം മേളിലിരിക്കുന്നവർ പറഞ്ഞിട്ടാണ്. അവിടെ ഇപ്പോൾ തന്നെ ശിവഗിരിയിലുണ്ടായ പ്രശ്നം ഞാൻ എൻ്റെ തീരുമാനപ്രകാരമല്ല, ഹൈക്കോടതി എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അല്ലാതെ നമുക്കറിയാമല്ലോ, അദ്ദേഹം എന്ത് ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപോ പിൻപോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. AK ആന്റണിയെ പോലെ ശുദ്ധനായ ഭീരു എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആരോപണം വന്നതുകൊണ്ടെങ്കിൽ രാജിവെച്ച് അങ്ങ് പുറത്തു പോവുകയാണ്. അല്ലെ അതിനെ നേരിടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് കടക്കാനോ ഒന്നും സത്യത്തിൽ AK ആന്റണിയെ പോലെ ഒരു നേതാവിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അത്രയ്ക്ക് ഭീരുവാണ്. അപ്പോൾ എന്നിട്ട് ഇപ്പം നാണമില്ലാതെ ഒന്നാലോചിച്ച് എന്ത് ഉളുപ്പുണ്ട് ഇത്രയും കാര്യമൊക്കെ ചെയ്തു കൂട്ടി. ശിവഗിരി പോലെ പരമപാവനമായി നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് പോലീസിനെ കയറ്റി അവിടെ അടിച്ച് അവിടുത്തെ സന്യാസിമാരെ സഹിതം ഉപദ്രവിച്ച് എന്നിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അതിൽ ഖേദമുണ്ട് എന്ന് പറയാൻ ഒരു ലേശം ഉളുപ്പുണ്ടാവണം. മുത്തങ്ങയിൽ പാവപ്പെട്ട ആദിവാസികളെല്ലാം കൂടെ തല്ലി നട്ടല്ലൊടിച്ച് അവരിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നുണ്ട് എനിക്ക് ഖേദമുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഉളുപ്പുണ്ടാകണം. അതുകൊണ്ടാണ് CK ജാനുവിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള യാതൊരു സ്വീകരിക്കുന്നില്ല, അത്തരത്തിലുള്ള യാതൊരു ഖേദപ്രകടനവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളത് ഭാവിയിൽ സ്വീകരിക്കുകയും ചെയ്യില്ല എന്ന് വസ്തുനിഷ്ഠമായി അവർ പറഞ്ഞിരിക്കുന്നു. പിന്നെ തന്നെയുമല്ല, ആ സർക്കാർ ചെയ്യേണ്ടതൊന്നും അക്കാലഘട്ടത്തിൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് അവർക്കെതിരായി ഒരു അടിച്ചമർത്തൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത് എന്ന് വ്യക്തമല്ലേ? അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് CK ജാനുവും പറയുന്നത്. അങ്ങനെ തങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടില്ല. ചെയ്തു തരാൻ ഞങ്ങളെ എടുത്തിട്ട് അടിച്ച് ഉപദ്രവിക്കുന്നു. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഒരു ഭേദവുമില്ലാതെ. എന്താ ശരിക്കും പറഞ്ഞ നരനായാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അവിടെ നടത്തി വെച്ചിട്ട് പറയണം എനിക്ക് ഖേദമുണ്ട് എന്ന്. നാണമുണ്ടോ? എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ പാവപ്പെട്ട ഒരുത്തനാണ്, എനിക്ക് ഈ പറയുന്ന പോലെ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ കുടിലതകളില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്കിതിലെ ഖേദം പ്രകടിപ്പിക്കണം, ഇരിക്കുകയല്ലേ, അപ്പം 19 വയസ്സായിരിക്കുകയല്ലേ, അപ്പം അതുകൊണ്ട് ഇതിനി വെച്ചുകൊണ്ട് പോയാൽ നാളെ ഒരു ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തും. സ്വന്തം മക്കളെ BJP വികസിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ട് കോൺഗ്രസിനെ വന്ന് സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്വന്തം മകനെ അനിൽ ആന്റണിയെ BJPക്ക് കൊടുത്തു. BJPക്ക് കൊടുത്തിട്ട് പോയി മോനെ നീ എങ്കിലും രക്ഷപ്പെടറാ, ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകനെ പറഞ്ഞു വിട്ടു BJPക്ക്. എന്നിട്ട് വന്നിരുന്നുകൊണ്ട് സ്വയം ന്യായീകരിക്കാൻ ഒരു ഉളുപ്പൊക്കെ ഉണ്ടാവണം AK ആന്റണി. നിങ്ങൾ ഒരിക്കൽ പോലും നല്ലൊരു മുഖ്യമന്ത്രി എന്നുള്ള പദവിയിലേക്ക് എത്താൻ AK ആന്റണിയെ കൊണ്ട് കഴിയില്ല. ചരിത്രം ഒരിക്കൽ പോലും അങ്ങനെ എഴുതില്ല.
ചരിത്രത്തിൽ ഒരിക്കൽ പോലും മികച്ച മുഖ്യമന്ത്രിമാരുടെ പേരുകൾ എടുത്തു വെക്കുമ്പോൾ അതിലേക്കൊന്നും എ കെ ആന്റണിയെ പോലെ ഒരാളുടെ പേരുണ്ടാവില്ല. കാര്യം അത്രത്തോളം പരാജയമായിരുന്നു എ കെ ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അത് അന്ന് എന്തുകൊണ്ട് വീണ്ടും വന്നു എന്ന് ചോദിച്ചാൽ അന്ന് ചാരായ നിരോധനമൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. എ കെ ആന്റണി പിന്നീട് 2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ച് കയറുന്നത്. കാരണം അന്ന് സ്ത്രീകളെ കയ്യിലെടുക്കാൻ വേണ്ടി ഇവിടെ ചാരായ നിരോധനം കൊണ്ടുവന്നു. കാരണം അത് എല്ലാ കുടുംബങ്ങളിലുള്ള പയ്യന്മാരും ഗൃഹനാഥന്മാരെല്ലാം വെള്ളമടിച്ച് നടക്കുകയാണ്, ചാരായം കുടിച്ച് നടക്കുന്നു. അങ്ങനെ ഒന്ന് ചാരായ നിരോധനം കൊണ്ടുവന്ന് ഇവിടെയുള്ള ചാരായ മേഖലയിൽ, അതായത് ഇതിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട്, പട്ടക്കമ്പനിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നിരവധി ആളുകളുടെ വയറ്റത്തടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള നടപടിക്രമം. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? കേരളത്തിൽ മദ്യം എന്ന് പറയാൻ സുലഭമായ ഒരു വസ്തുവായി മാറി. മുക്കിന് ബിവറേജ് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ മദ്യം ചാരായം നിരോധിച്ചു, കുറേയധികം ആൾക്കാരുടെ, തൊഴിലാളികളുടെ ജോലി കളഞ്ഞു. എന്നിട്ട് പറയാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം എടുത്തതെന്ന്, അല്ലേ എന്ന് പറയുന്ന ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒട്ടും എന്താ പറയുക, മനുഷ്യനുമായി അല്ലെങ്കിൽ ഒരു ലോജിക്കില്ലാത്ത സ്വന്തം കാര്യങ്ങളിൽ അല്ലെങ്കിൽ താൻ പറയുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത തീരെ ദുർബലനായ ഒരു നേതാവായും മുഖ്യമന്ത്രിയായും പരിഗണിക്കപ്പെടേണ്ട എ കെ ആന്റണി ഇന്ന് വന്നിരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ചെയ്തത് നിങ്ങൾ ചെയ്തു തന്നെയാണ്. ചരിത്രത്തിൽ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ സ്വയം എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ശരി, ചരിത്രത്തിൻ്റെ ഏടുകളിൽ മുത്തങ്ങയും ശിവഗിരി കുന്നിലുണ്ടായ ആ ഒരു അതിക്രമവും എന്നും നിങ്ങൾക്ക് എ കെ ആന്റണിയുടെ മേൽ ചാർത്തപ്പെട്ട തീരാ കളങ്കം തന്നെയായിരിക്കും.